എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന സ്നേഹസംഗമത്തിന്റെ 128ാമത് സ്നേഹസംഗമമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പാണ് ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത്. ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അംഗങ്ങളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായി കുമാരി സിനി കെ സെബാസ്റ്റിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാതയിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിലോ ഭവന്തു, ഈ മന്ത്രം മുഴങ്ങട്ടെ. വിജ്ഞാനദീനം നിറകുടമാകുവാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി അശ്വതി സോമനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും 107ാമത് സ്നേഹസംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇന്ന് ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരിക്കുന്ന കണ്ണൂർ ദേവമാതാ പരിയാരം ആശ്രമത്തിലെ സുപ്പീരിയറായ റവറൻ ഫാദർ ജോസ് മാളിയേക്കൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മുഖ്യ അതിഥിയായി ഇവിടെ വന്നിരിക്കുന്നത് കൊല്ലം ആയുർവേദ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് ഡോക്ടറായ ഡോക്ടർ ഷിറാസ് ആണ്. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കോവിഡ് സമയത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ. ആയുർവേദ ചികിത്സ കൊണ്ട് കോവിഡ് രോഗികളെ സുഖപ്പെടുത്തുന്നതിന് ഫ്ലവേഴ്സ് ടിവിയുടെ ആദരവ് കിട്ടിയ വ്യക്തിയാണ് ഡോക്ടർ ഷിറാസ്. ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. കൂടാതെ കിടപ്പ് രോഗികളുടെ വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ട പരിചരണം നൽകുകയും വൈദ്യസഹായം നൽകുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ. ഡോക്ടറെ ഏറ്റവും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനാണ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും അവരുടെ ഉള്ളിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. വൈദികൻ എന്ന നിലയിലും അച്ഛൻ നമ്മുടെ ഓരോരുത്തർക്കും മാതൃകയാണ്. നമ്മുടെ സ്വന്തം അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാഗതം ചെയ്യുന്നത് ശ്രീ ബിപിൻ ചേട്ടനെയാണ്. കല്ലൂർ നായങ്ങാടിയിൽ സ്വന്തമായി അക്ഷയ സെന്റർ നടത്തുന്ന വ്യക്തിയാണ് ചേട്ടൻ. ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസ അറിയിക്കാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വിശിഷ്ട വ്യക്തികൾക്കും മറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും നന്ദി പറയാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി ഏഞ്ചൽ മേരിയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അവസാനമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ PRO ആയ പീയൂഷ് ചേട്ടൻ, ഷിബിൻ ചേട്ടൻ, ജ്വലന, മറ്റു ഗ്രൂപ്പ് അംഗങ്ങളും പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ എത്തിയിരിക്കുന്ന സിനി കെ സെബാസ്റ്റ്യൻ, അതുപോലെ ആങ്കറിംഗ് നടത്തുന്ന ചേച്ചി, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മറ്റേ എല്ലാ വ്യക്തികളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്ന് ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. റിപ്പോർട്ട് വായിക്കാനായിട്ട് ശ്രീ ജോസ് കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതരുടെ ശിങ്കാരിമേള ടീം,
ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്കുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏതെങ്കിലും ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏതെങ്കിലും ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാക്കാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കായിട്ട് അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസങ്ങൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽ ചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വടംവലി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികൾ ദർശന സർവീസ് സൊസൈറ്റി, ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹമുള്ളവരെ, 18/11/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 127ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം ശ്രീമതി ജോയ് സി തോമസ്. പ്രാർത്ഥനാ ഗാനം ശ്രീമതി നീന ഡേവിസ്. സ്വാഗതം. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ജോസ് കൊരട്ടി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകളിലൂടെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. എല്ലാവർക്കും കഴിവുകൾ ഉണ്ടാകുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ്. അവസാനം വരെ പ്രവർത്തിക്കുക. എന്റെ അടുക്കള പ്രോഗ്രാമിൽ ഇനിയും പങ്കെടുക്കുക. ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് സാഗർ രൂപതയിലെ സെന്റ് അൽഫോൻസ അക്കാദമിയുടെ മാനേജർ റവറന്റ് ഫാദർ ആൽബർട്ട് വാളൂരങ്ങച്ചനായിരുന്നു. സിസ്റ്റർ കരുണ വഴിയാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും അഭിവാദനങ്ങൾ. നഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കരുത്, പൊരുതുക, എല്ലാം ശുഭമാകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം കൊന്തമാസത്തിൽ ജപമാല നിർമ്മിച്ചതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വാങ്ങിയ വിജയികളുടെ പേരുകൾ വായിക്കുന്നു. 1 ഫസ്റ്റ് വത്സമ്മ സക്രിയ, 2 LC പുത്തൻവേലിക്കര, 3 ലിജോ കോഴിക്കോട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മുഖ്യ അതിഥി ജനപ്രിയ സാഹിത്യകാരൻ, സ്റ്റേറ്റ് പ്രസിഡന്റ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോളിഡേസ് കേരള ശ്രീ സത്താർ ആദൂർ അവർകളായിരുന്നു. ബഹുമാനപ്പെട്ട സോളമനച്ച, സ്നേഹനിധിയായ ആൽബർട്ടച്ച, യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിഭകളെ അഭിവാദ്യങ്ങൾ. രാമകൃഷ്ണൻ സാർ വഴിയാണ് കൂടുതൽ അറിയുന്നതും വന്നതും. സോളമച്ചന്റെ ചിന്തകളാണ് ഇങ്ങനെ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക. തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഞാൻ എഴുതിയ പുസ്തകം അയച്ചു തരാം.
നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗത്തിന്റെ അവസാനം ശ്രീമതി ലിസി വർഗീസ് നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു. ഈ റിപ്പോർട്ട് ശ്രവിച്ച എല്ലാവർക്കും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായി ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാമായ സോളമൻ അച്ഛൻ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റവറൻ ഫാദർ ജോയ് മാളിയേക്കൽ അച്ഛൻ, മുഖ്യാതിഥിയായിട്ടുള്ള ഡോക്ടർ ഷിറാസ് സാർ, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രീ ബിപിൻ സാർ, നമ്മുടെ എല്ലാമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ, നമ്മളിപ്പോ ഇന്ന് 128 സ്നേഹസംഗമം വരെ എത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള പല സ്നേഹസംഗമങ്ങളും കഴിഞ്ഞ് ഇതുവരെ നമ്മളെത്തി. നമ്മുടെ കൂട്ടായ്മയുടെ ഒത്തുചേരലിന്റെയും ഒക്കെ വളരെ മനോഹരമായ ദൃശ്യം ആണ് ഇപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഐക്യം എന്നും നിലനിൽക്കും. സന്തോഷവും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോ നമ്മൾ ഇന്നായിരിക്കുന്നതിൽ ഒരു പ്രത്യേകത ഉള്ളത്, നമ്മളോട് കൂടി ഉണ്ടായിരുന്ന പോളി ടീച്ചർ കേരളത്തിന്റെ ഭിന്നശേഷി അവാർഡ് ഈ വർഷത്തെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോ പോളി ടീച്ചറിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇപ്പൊ ഇന്നായിരിക്കും നമ്മളോട് കൂടി ആയിരിക്കും പോളി ടീച്ചറും. അപ്പൊ ഞാൻ കൂടുതൽ വാക്കുകളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് താങ്ക് യു. ഉദ്ഘാടന കർമ്മത്തിന് മുഖ്യ അതിഥിയായിട്ടും ഡോക്ടർ ഷിറാസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സാറ് കൊല്ലം ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് ഡോക്ടറാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നേഹസംഗമത്തിൽ വന്നിരിക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഒരു മനോഹരമായ ദിവസം ആശംസിക്കുന്നു. ഇനിയുണ്ട് സമയം. അപ്പം ഒരു ദർശന ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടാണ് സമൂഹത്തിലെ ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഒരുപാട് പേര് ഒത്തുകൂടാൻ, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്ന വിഷമങ്ങൾ ഒന്ന് ആരോടെങ്കിലും പകരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു കൂട്ടായ്മയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അശ്വതി ഇതില്ല നമുക്ക് സ്വാഗതം പറഞ്ഞ അശ്വതി എൻ്റെ ഒരു കൂട്ടുകാരന്റെ ഭാര്യയാണ്. അപ്പൊ അശ്വതി ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയുന്നത്, ഇതിനെക്കുറിച്ച് എനിക്ക് മുന്നേ യാതൊരു ധാരണയില്ലായിരുന്നു. അപ്പം ഞാൻ പാലിയേറ്റീവ് കൊല്ലം ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് ഡോക്ടറായിട്ട് ഇപ്പം സേവനം അനുഷ്ഠിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ട്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കുറെ ആളുകളുമായിട്ട് എനിക്ക് കൂട്ടുണ്ട്. കാരണം ഞാൻ പാലിയേറ്റീവ് ഡോക്ടറായിട്ട് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവർക്ക് പറയാൻ ഓരോ കഥകളുണ്ട്. അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് ആ ഒരു അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ അശ്വതി എന്നോട് പറഞ്ഞപ്പോൾ അതിലേക്ക് വന്നത്. എല്ലാവരും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ളൊരു ഒരു കോമ്പിനേഷൻ ആണ്. പക്ഷെ അല്ലെങ്കിൽ ഭിന്നശേഷി എന്ന് പറയുന്നത് ശാരീരികമായിട്ട് കുറച്ച് വൈഷമ്യങ്ങൾ ഏതൊരു മനുഷ്യനെ എടുത്താലും ഒന്നെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് കാണും, ചിലർക്ക് മാനസികമായിട്ട് കാണും. അപ്പൊ ആരും പരിപൂർണരല്ല. എന്നിരുന്നാൽ പോലും ശാരീരിക വൈഷമ്യങ്ങൾ വന്നതിന്റെ പേരിൽ മറ്റൊരു ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടാണ്. അതിനോട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സമൂഹത്തിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങളെ കണക്കിലെടുത്ത് നമുക്ക് പ്രത്യേക ഒരു ഗ്രൂപ്പായിട്ട് തന്നെ തോന്നുന്നതായിരിക്കും നല്ലതെന്നുള്ള ഇതില് അങ്ങനെ ഇതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നിരുന്നാലും നിങ്ങളും നോർമലായിട്ടുള്ള ആളുകളും പിന്നെ അല്ലെങ്കിൽ ശാരീരിക വൈഷമ്യമുള്ളവരും എല്ലാവരും ഒന്ന് തന്നെയാണ്. ആരും പരിപൂർണമല്ല എന്നുള്ളത് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ശാരീരികവും മാനസികവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമ്മൾ പെട്ടെന്നൊന്ന് അല്ലെങ്കിൽ നമുക്കൊരു പനി വന്നു, നമ്മുടെ മാനസികമായിട്ട് നമ്മളവിടെ തകരുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ബാലൻസിന് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരും പരിപൂർണരല്ല.
അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും എവിടെയും നിങ്ങൾ ഒറ്റപ്പെടുത്തേണ്ടവരോ ഒന്നുമല്ല. നിങ്ങൾ ശരിക്കും നിങ്ങൾ ദൈവത്തിന്റെ എന്താണ് വരദാനം തന്നെയാണ്. നമ്മള് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അതിന്റെ പിന്നില് നമുക്ക് 100 കൈകൾ നമുക്ക് തരും. പക്ഷെ ആ കൈകൾ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള കലാവാസനകൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നാമാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഒരിക്കലും ഒരാൾ അല്ലെങ്കിൽ ദൈവം വന്ന് നമ്മളെ കരം പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരത്തില്ല. നമ്മൾ സ്വയം നമ്മൾ മനസ്സുകൊണ്ട് തഴഞ്ഞ് നമ്മൾ ഒറ്റപ്പെടാൻ തീരുമാനിച്ചാൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത്തരം കൂട്ടായ്മകൾ വരുമ്പോൾ എന്താണ് മാനസികമായിട്ട് ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് വരാനുള്ളൊരു ഏറ്റവും നല്ലൊരു അവസരം കൂടിയിട്ടാണ്. നിങ്ങൾ ഇനിയും ഒരുപാട് സമൂഹത്തിൽ ഇങ്ങനെ കുറച്ചു പേരൊക്കെ എത്തപ്പെട്ടിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ എന്താണ് ഇങ്ങനെയുള്ള യാതൊരു സംഘടനകളോ അല്ലെങ്കിൽ മറ്റുമായിട്ടൊന്നും ബന്ധമില്ലാതെ വീടുകളിൽ അടച്ച് കഴിയുന്ന ഒരു വലിയൊരു ജനവിഭാഗം തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ കഴിവുകൾ എന്താണ്? നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട്. ചിലർക്ക് എഴുതാനുള്ള കഴിവുകളുണ്ട്, ചിലർക്ക് വായിക്കാനുണ്ട്, വായന ഉള്ള ആളുകളുണ്ട്, ചിലർക്ക് എന്തെങ്കിലും പാട്ട് പാടാന്, അല്ലെങ്കിൽ ചിലർക്ക് എന്താണ് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കാന്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുണ്ട്. അപ്പൊ ആ ഒരു കഴിവിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിത മാർഗം മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. അതിനൊന്നും കഴിയാത്തുള്ള ആളുകളെ എന്താണ് നമ്മൾ എന്തെങ്കിലും സങ്കട കൂട്ടായ്മകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകളുടെ രൂപീകരിച്ച് കൊണ്ടിട്ടോ നമ്മൾ എന്ത് ചെയ്യാം? അവരെ സഹായിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. എനിക്ക് ഇങ്ങനൊരു ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് പെട്ടെന്ന് ഓടി വരുന്നത് വിളക്കുടി പഞ്ചായത്തില്, വിളക്കുടി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് പത്തനാപുരം ബ്ലോക്കിലുള്ള വിളക്കുടി പഞ്ചായത്തില് 6ാം വയസ്സില് സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാര് തമ്മിലൊരു പെൻസിലുമായിട്ട് ഓടിയ ഒരു പയ്യൻ, ഇപ്പൊ 42 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിലേക്ക് ആ പെൻസിൽ തുളച്ചു കയറി അദ്ദേഹം ശരീരം പൂർണ്ണമായി തളർന്നു കിടക്കുകയാണ്. ഇടയ്ക്ക് വീൽ ചെയറിൽ പോകും. ഇലക്ട്രിക് വീൽ ചെയറിന്റെ സഹായത്തോടെ മുഖത്തിന് മാത്രം ഒരു വ്യത്യാസമില്ല, ശരീരം താഴോട്ട് പൂർണ്ണമായിട്ട് തളർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ആശാവർക്കർ പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്റെ കുറച്ച് മുഖത്ത് കുറെ സങ്കടമൊക്കെ വരുത്തി, അല്ലെങ്കിൽ എങ്ങനെയാ പോകുമ്പോ എന്റെ ആ ഒരു പുള്ളി എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞാൻ കണ്ടതിൽ ഞാൻ കണ്ട വ്യക്തികളിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ശാരീരികമായിട്ട് അങ്ങനെ ഒരു വൈഷമ്യം ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിലും അദ്ദേഹം എല്ലാ രീതിയിലും ആരുടെയും ഒരു അനുകമ്പയോ ദയോ ഒന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള രീതിയിൽ പറന്നു നടക്കുക. ആരുടെയും സഹതാപം അദ്ദേഹത്തിൽ വേണ്ട. അദ്ദേഹം നന്നായിട്ട് വായിക്കും, നന്നായിട്ട് എഴുതും. അപ്പം അദ്ദേഹത്തിന് വേണ്ടുന്ന സമൂഹത്തിലേക്ക് അദ്ദേഹത്തിന് എവിടെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, നന്നായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ ആ എഴുത്തിലൂടെ നിങ്ങൾ പുറലേഖത്തേക്ക് വരിക. അപ്പൊ അദ്ദേഹം ഒരു കഥാരചനയിലാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്റെ മുമ്പിലേക്ക് ആദ്യം വരുന്നത്. രണ്ടാമത് 26ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റിൽ അരയ്ക്ക് തളർന്നു പോയൊരു സിൽസി എന്നുള്ള ഒരു പയ്യനാണ്. അവനെ സംബന്ധിക്കുമ്പോൾ അവൻ കാർ ഓടിക്കും. അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിലെ പയ്യനായതുകൊണ്ടാണ് അവൻ. പക്ഷെ അവന്റെ വിധിയിൽ അവൻ തളരാൻ അവന് ഒരിക്കലും അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അവൻ പറന്നു നടക്കുകയാണ്. ശരിക്കും പറന്നു നടക്കുക എന്ന് വെച്ചാൽ അവൻ കൈകൊണ്ട് ചലിപ്പിക്കാവുന്ന കാറിൽ ഈ കേരളത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കാം, പുറം ലോകത്ത് പോകുന്നുണ്ട്. അവന് ആരുടെയും സഹതാപം വേണ്ട, ഒന്നും വേണ്ട. അവൻ പറന്നു നടക്കുകയാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് തടി വീണിട്ട് വീൽ ചെയറിലായിട്ടുള്ള അദ്ദേഹമുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്തിട്ട് ജീവിതമാർഗം കണ്ടെത്തുകയാണ്. അപ്പൊ ഈ 3 വ്യക്തികളെ ഞാൻ എടുത്ത് കാട്ടാന്ന് വെച്ചാൽ പലപ്പോഴും നമ്മള് എന്തെങ്കിലുമൊക്കെ ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരെ ആശ്രയിച്ചിട്ട് നമ്മൾ അവരുടെ അവരുടെ ഒരു ഇലച്ചുകൾ പറ്റിപ്പിടിക്കുന്ന പോലെ നമ്മൾ അങ്ങനെ അങ്ങ് ആശ്രയം ആയി പോവുകയാണ്. അവർക്ക് നമ്മളെ സംരക്ഷിക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുക. നമുക്ക് അതിനുള്ള കഴിവുണ്ട്. നമുക്ക് നമ്മുടെ ഇച്ഛാശക്തിയാണ് നമ്മുടെ കഴിവ്. ആ ഒരു കഴിവിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ പിടിച്ചു കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉന്നതിയിലെത്താൻ സാധിക്കും. നമുക്ക് ആ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മളിൽ എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്.
ആ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയും വിഷമിക്കേണ്ടതായിട്ടില്ല. നമ്മൾ നാളത്തെ കുറിച്ച് നല്ല ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ വിഷമങ്ങളെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയും നമുക്കൊരു പുതിയ ലോകം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് വളരെ വിജയത്തോടു കൂടിയിട്ട് ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഞാനൊരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ആയുർവേദത്തില് ശാരീരിക വൈഷമ്യമുള്ളവർക്ക് ഒരുപാട് അവസരങ്ങൾ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും നമുക്ക് ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, പാലിയേറ്റീവ് കെയറുകളുണ്ട്. വീടുകളിൽ ചെന്ന് രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന മരുന്നുകളും ചികിത്സകളും നൽകുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഇങ്ങനെ രൂപം കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ശരിക്കും ഫലങ്ങൾ നിങ്ങളെ എല്ലാവരും അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, ആരുടെ ഔദാര്യമല്ല. നമുക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നേടിയെടുക്കുക. അതൊന്നും നിങ്ങൾ ആരും വെറുതെ കളയരുത്. ആ കിട്ടുന്നതെല്ലാം നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള ആളുകൾ സ്വന്തം കഴിവുകൾ എന്താണെന്ന് നിങ്ങളുടെ കൂട്ടരോട് വിളിച്ചു പറയാം. എനിക്ക് പാവയുണ്ടാക്കാൻ കഴിയും, എനിക്ക് കുടയുണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മളൊരു കുറച്ച് ആളുകളുടെ കൂടിച്ചേരൽ വരുമ്പോഴത്തേക്ക് വലിയൊരു സംഭവം മാറും. എപ്പോഴും ചെറിയ തുള്ളിയിൽ നിന്നാണ് വലിയ തുള്ളികൾ പെരു വെള്ളത്തിലേക്ക് മാറുന്നത്. ആ ഒരു രീതി തന്നെയാണ് എവിടെയും പ്രാവർത്തികമാകുന്നത്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും ഒരു മുത്തുമാലയിൽ കോർത്തിരിക്കുന്ന പല രീതിയിലുള്ള മുത്തുകളാണ്. അത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു വള്ളിയിൽ വരുമ്പോഴാണ് അത് ഭംഗി ഉണ്ടാവുക. അപ്പം ജഗദീശ്വരൻ എന്നും ഇങ്ങനെ നല്ലതായിട്ട് ആ ഒരു മുത്തിന്റെ ശോഭയോട് കൂടിയിട്ടുള്ള ഒരു തിളക്കമാർന്ന മാലയായിട്ട് ഈ സംഘടന മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ആശംസ പറയാനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ബിബിൻ സാറ് കല്ലൂര് അക്ഷയ കേന്ദ്രം നടത്തുകയാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. സാറേ, ബിബിൻ സാർ. ഹലോ. കേൾക്കാം സാറേ. ഓക്കെ. എത്രയും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോയച്ച, സോളമനച്ചൻ, ഡോക്ടർ ഷിറ സാർ, മറ്റ് ഈ സംഘടനയാണല്ലോ ദർശന ക്ലബ് അല്ലെ, ദർശന സർവീസ് സൊസൈറ്റി ആണ്. ഇതിന്റെ എല്ലാ ഭാരവാഹികളെ, ഇതിന്റെ എല്ലാ ചുമതലയിൽപ്പെട്ട എല്ലാവരും, മറ്റെല്ലാവരും അതിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ എൻ്റെ പേര് ബിബിൻ, തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ എന്ന ഗ്രാമത്തിൽ അക്ഷയ സെന്റർ എന്റർപ്രണറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബന്ധപ്പെട്ട വർക്കുകൾ വരുന്ന ആളുകൾ തന്നെയാണ് ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളായിട്ടുള്ള സർവീസുകൾ. കാരണം ഞങ്ങൾ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഡിസബിലിറ്റി ഉള്ള ആളുകളായിട്ട് ഒരുപാട് അവരുടെ എല്ലാവിധ ഗവൺമെന്റ് സർവീസുകൾക്കായിട്ടും ഞങ്ങളെയാണ് ഒരുവിധം അവർ ആശ്രയിക്കാറ്. ഇവിടെയുള്ള ഒരുവിധം എല്ലാവരും വരാൻ സാധിക്കുന്നവരോട് വരികയും അല്ലെങ്കിൽ വരാൻ സാധിക്കാത്തവർക്ക് നമ്മൾ വീടുകളിൽ പോയും അല്ലെങ്കിൽ അവരായിരിക്കുന്ന ചിലപ്പോൾ അവരുടെ ഭവനങ്ങളുണ്ടായിരിക്കും ഒരുമിച്ച് കൂടി ഇവിടെ അടുത്തുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് പോയിട്ട് ഞങ്ങൾ അവർക്ക് പെൻഷൻ, അതുപോലെ തന്നെ UDID, ഡിസബിലിറ്റി കാർഡ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എന്തൊക്കെ കുറവുകളുണ്ട് അതൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അത് തൃശ്ശൂരാണ്. ഇതിപ്പോ ഓൾ കേരള ഉള്ള ഒരു ഗ്രൂപ്പാണല്ലോ അല്ലേ? അല്ലേ? അതെ 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 അതെ. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പരിപാടിയിൽ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പരിപാടിയിൽ ഞാൻ ഇങ്ങനെ ആശംസ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു സർവീസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, അത് ജാതി മത ഭേദമന്യേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അത് പലതരത്തിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിനായിട്ട്, അതായത് അവരുടെ ഉന്നമനത്തിനായി അവരുടെ എവിടെയൊക്കെ അവർക്ക് എന്തൊക്കെ സേവനങ്ങൾ എവിടെയൊക്കെ കിട്ടാൻ പറ്റുന്ന അറിവുകൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയായും അതുപോലെ അവരുടെ സാമ്പത്തികവും സാമൂഹികപരമായ ഉന്നമനത്തിന് വേണ്ടിയും അവർക്ക് അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റിക്ക് എൻ്റെ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. കാരണം നമ്മുടെ ഇന്നത്തെ ലോകത്ത് പലതും വെട്ടിപ്പിടിക്കാനും അതുപോലെ തന്നെ ഉന്നതങ്ങളിൽ കയറാനും
രാഷ്ട്രീയപരമായും മതപരമായും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഓടുന്ന കാലത്ത് ഇതിന്റെ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അച്ഛന്മാരും അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് ആളുകൾ, ഐറിൻ, സിനി, അവരുടെ പേര് വിളിക്കുന്ന അശ്വതി, അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ കണ്ടു. അവരൊക്കെ ഇതിന് പിന്നാലെ അവരുടെ മറ്റുള്ള ജീവിതത്തിലെ സമയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിനൊക്കെ സമയം കണ്ടെത്താനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സമയം കണ്ടെത്തുന്നു എന്നുള്ളതിൽ തന്നെ വളരെയധികം സന്തോഷം, വളരെയധികം പ്രശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ ചെറിയ തോതിലൊക്കെ ഇതുപോലെ എല്ലാ സംരംഭങ്ങളായിട്ട് ഞങ്ങൾ സഹകരണ കേസുകളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ എങ്കിലും ഞാൻ ഒന്നിനും ഞാൻ വരാറില്ല. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇതിലുള്ള മെമ്പറായിട്ടുള്ള നിജോ സാറായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് തന്നെയാലും ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സർവീസുകളെ കുറിച്ച് എനിക്കറിയാവുന്ന വിധത്തിലുള്ള സർവീസുകൾ പറഞ്ഞു തരാൻ ഇതിനൊക്കെ എപ്പോഴും തയ്യാറാണ്. എന്റെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. അതിൽ വാട്സപ്പ് അയച്ചാൽ മതി. അപ്പോൾ റിപ്ലൈ എന്താന്ന് എനിക്കറിയാവുന്ന വിധത്തിലുള്ള റിപ്ലൈകൾ ഞാൻ അയച്ചു തരുന്നുണ്ട്. എന്ത് തന്നെയാലും ഇങ്ങനൊരു ഉദ്യമം എല്ലാ ആഴ്ചയിലും നടത്തുന്ന സ്നേഹസംഗമത്തിനും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന അറിവുകളും മറ്റുള്ള ഒരുപാട് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഒരുപാട് ഉന്നത വ്യക്തികളുടെ അനുഭവങ്ങളും അവരുടെ സഹായങ്ങളൊക്കെ ഇതിൽ ലഭിക്കുവാനും അങ്ങനെ അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ മാറില്ല എങ്കിലും ഒരുപാട് അവർക്ക് സഹായിക്കാനും അവരുടെ ജീവിതം മുന്നോട്ട് പോകാനും എല്ലാവിധത്തിലും സഹായമാകട്ടെ എന്നും ഈ സംഘടനയ്ക്കും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഭാവി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവും അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തത് നമ്മുടെ സ്നേഹസംഗമത്തില് നന്ദി അറിയിക്കാനായിട്ട് ശ്രീമതി ഏഞ്ചൽ മേരിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമാട്ട് പറമ്പിൽ അച്ഛന്റെ CMA അച്ഛന് ഞാൻ എന്റെ പേരിലും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേരിലും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അടുത്തതായി നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് റവറൻ ഫാദർ ജോയ് വാളിയേക്കൽ അച്ഛൻ വരാന്ന് പറഞ്ഞായിരുന്നു. അച്ഛന്റെ ചില കാരണത്താൽ അച്ഛന് വരാൻ പറ്റിയതില്ല. ആ അച്ഛനെ നന്ദി പറയുന്നു. എന്റെ പേരിലും നമ്മുടെ ഗ്രൂപ്പ് പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ മുഖ്യ അതിഥിയായി ഇതെത്തിച്ചേർന്നത് കൊല്ലം ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് ഡോക്ടറായ ശിവാസ് സാറിനാണ്. സാറ് നമുക്ക് വേണ്ടി ഒത്തിരി സമയം കണ്ടെത്തുകയും നമ്മുടെ സുഹൃത്തുക്കൾ ഓരോരുത്തരും ചോദിച്ചതിനുള്ള മറുപടി നൽകുകയും ചെയ്തത് സാറിന് എന്റെ പേരിലും നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിപ്പിക്കുന്നു. അടുത്തതായി ആശംസ അറിയിപ്പിക്കാൻ എത്തിയ കല്ലൂർ അക്ഷയ കേന്ദ്രത്തിലെ ശ്രീ ബിബിൻ സാറിന് എന്റെ പേരിലും ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ നല്ല മനോഹരമായ അവതരണം നടത്തിയ കുമാരി സിബിൽ സെബാസ്റ്റ്യൻ ചേച്ചിക്ക് എന്റെ പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിപ്പിക്കുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥന ആരംഭിച്ച കുമാരി സിബി സെബാസ്റ്റ്യന് എന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്ത ശ്രീമതി അശ്വതി സോമന് എന്റെ പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ റിപ്പോർട്ട് വായിച്ച ശ്രീ ജോയ്സ് കൊരട്ടി ചേട്ടന് എന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിപ്പിക്കുന്നു. പിന്നെ നമ്മളുടെ അച്ഛന് പകരം അധ്യക്ഷനായി എത്തിച്ചേർന്നത് നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റായ ശ്രീ ഷിബിഹാരി ചേട്ടനാണ്. ചേട്ടന് എന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും സ്നേഹപൂർവ്വം നന്ദി അറിയിപ്പിക്കുന്നു. ദർശന ക്ലബിന്റെ സെക്രട്ടറിയായ ഡൊനല TS എന്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും ഞാൻ നന്ദി പറയിക്കുന്നു. പിന്നെ ദർശന ക്ലബിന്റെ PR ആയ ശ്രീ പീസ്
KP കോട്ടപ്പുറം ചേട്ടന് എന്റെ പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിപ്പിക്കുന്നു. ഇനി ആരെങ്കിലും പറയുക വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരെയും എന്റെ പേരിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കും. നന്ദി, നമസ്കാരം.